2025 സേവികാ സംഘം താലന്ത് പരിശോധനയിലെ ബൈബിൾ ക്വിസ് പോർഷനെ ആസ്പദമാക്കിയുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ നാം എന്താണ് വിട്ടൊഴിയേണ്ടത്? ഉത്തരം: ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം. രണ്ടാമത്തെ ചോദ്യം: സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആര്? ഉത്തരം: യേശു. മൂന്നാമത്തെ ചോദ്യം: യൂദ എന്തിനെക്കുറിച്ചാണ് ലേഖനം എഴുതിയത്? ഉത്തരം: വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിക്കാൻ. നാലാമത്തെ ചോദ്യം: ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവനോട് കുശലം പറയുന്നവൻ എന്തിനാണ് കൂട്ടാളിയായിത്തീരുന്നത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവൻ്റെ ദുഷ്പ്രവൃത്തികൾക്ക്. അഞ്ചാമത്തെ ചോദ്യം: ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ആരാണ്? ഉത്തരം: കള്ളൻ. ആറാമത്തെ ചോദ്യം: ആർക്കാണ് ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം ലഭിക്കുക? ഉത്തരം: ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുന്നവർക്ക്. ഏഴാമത്തെ ചോദ്യം: ജാതികളുടെ ഇടയിൽ സിംഹം പോലെ ആകുന്നത് ആര്? ഉത്തരം: യാക്കോബിൽ ശേഷിപ്പുള്ളവർ. എട്ടാമത്തെ ചോദ്യം: നല്ലത് എന്താണെന്നാണ് യഹോവ കാണിച്ചു തന്നിരിക്കുന്നത്? ഉത്തരം: ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരനായിരിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക. ഒമ്പതാമത്തെ ചോദ്യം: എന്താണ് ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നത്? ഉത്തരം: സർവ്വലോകവും. പത്താമത്തെ ചോദ്യം: നാം എന്തിനോടാണ് അകന്ന് സൂക്ഷിച്ചു കൊള്ളേണ്ടത്? ഉത്തരം: വിഗ്രഹങ്ങളോട്. 11ാമത്തെ ചോദ്യം: നിനവേക്കാർ ദുർമാർഗം വിട്ടുതിരിഞ്ഞപ്പോൾ ദൈവം എന്താണ് ചെയ്തത്? ഉത്തരം: അനുതപിച്ച് അനർത്ഥം വരുത്തിയില്ല. 12ാമത്തെ ചോദ്യം: ആര് ആരോട് പറഞ്ഞു, നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക. ഉത്തരം: കപ്പൽ പ്രമാണി യോനായോട്. 13ാമത്തെ ചോദ്യം: ആർക്കാണ് യഹോവയുടെ വചനങ്ങൾ ഗുണമായിരിക്കുന്നത്? ഉത്തരം: നേരായി നടക്കുന്നവർക്ക്. 14ാമത്തെ ചോദ്യം: ആരാണ് ദുഷ്ടനെ ജയിച്ചത്? ഉത്തരം: ബാല്യക്കാർ. 15ാമത്തെ ചോദ്യം: ആരാണ് കൂലി വാങ്ങി ഉപദേശിക്കുന്നത്? ഉത്തരം: സിയോനിലെ പുരോഹിതന്മാർ. 16ാമത്തെ ചോദ്യം: നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നത് എന്താണ്? ഉത്തരം: ദൈവത്തോടുള്ള സ്നേഹം. 17ാമത്തെ ചോദ്യം: ദൈവത്തിൻ്റെ ഉത്തരമില്ലായ്ക കൊണ്ട് ലജ്ജിച്ചു പോകുന്നത് ആര്? ഉത്തരം: ദർശകന്മാരും ലക്ഷണം പറയുന്നവരും. 18ാമത്തെ ചോദ്യം: നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതും എന്ത്? ഉത്തരം: സത്യം. 19ാമത്തെ ചോദ്യം: ഇസ്രായേൽ രാജാക്കന്മാർക്ക് ആശാഭംഗമായി ഭവിക്കുന്നത് എന്ത്? ഉത്തരം: ബേത്ത് അക്സീബിലെ വീടുകൾ. 20ാമത്തെ ചോദ്യം: ലോകത്തിൽ നിന്നുള്ളവ ഏതൊക്കെ? ഉത്തരം:
ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. 21 ചോദ്യം. മോശെ മരിച്ചത് എവിടെ വെച്ച്? ഉത്തരം നെബോ പർവ്വതത്തിൽ. 22 ചോദ്യം. ഇസ്രായേലിൻ്റെ ആദ്യത്തെ ന്യായാധിപൻ ആര്? ഉത്തരം ഒത്നിയേൽ. 23 ചോദ്യം. ഒരുപോലെയുള്ള 2 സങ്കീർത്തനങ്ങൾ ഏതെല്ലാം? ഉത്തരം സങ്കീർത്തനം 14-ഉം 53-ഉം. 24 ചോദ്യം. ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് എത്ര വയസ്സായിരുന്നു? ഉത്തരം 600. 25 ചോദ്യം. ആരെയാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നത്? ഉത്തരം സമാധാനം ഉണ്ടാക്കുന്നവരെ. നന്ദി. ഈ ബൈബിൾ ക്വിസ് ഇവിടെ അവസാനിക്കുന്നു. ഇതിൽ എത്ര ഉത്തരം ശരിയായി എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമല്ലോ. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.